നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കുവാൻ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധിക്കെതിരെ രാഷ്ട്രപതി ദ്രൗപദി മുർമു നൽകിയ റഫറൻസ് ഉത്തരം നൽകാതെ മടക്കി അയക്കണമെന്ന് കേരളം. ഈ ആവശ്യം ഉന്നയിച്ച് കേരളം സുപ്രീം കോടതിയിൽ അപേക്ഷ ഫയൽ ചെയ്തു. സുപ്രീം കോടതിയിൽ CK ശശിയാണ് കേരളത്തിന്റെ അപേക്ഷ ഫയൽ ചെയ്തത്. രാഷ്ട്രപതിയുടെ റഫറൻസ് ചീഫ് ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് ഗവായിക്ക് പുറമെ ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, വിക്രംനാഥ്, PS നരസിംഹ, AS ചന്ദൂർക്കർ എന്നിവരടങ്ങിയതാണ് ബെഞ്ച്. റഫറൻസിനെ സംബന്ധിച്ച് അഭിപ്രായം അറിയിക്കാൻ എല്ലാ സംസ്ഥാന സർക്കാരുകളോടും സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ റഫറൻസ് മടക്കണമെന്നാവശ്യപ്പെട്ട് അപേക്ഷ ഫയൽ ചെയ്തത്. നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച വിധിയുമായി ബന്ധപ്പെട്ട് 14 വിഷയങ്ങളിൽ വ്യക്തത തേടിയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു സുപ്രീം കോടതിയെ സമീപിച്ചത്. ഭരണഘടനയുടെ 143(1) വകുപ്പ് പ്രകാരമാണ് രാഷ്ട്രപതി സുപ്രീം കോടതിയോട് 14 വിഷയങ്ങളിൽ വ്യക്തത തേടിയത്. ഭരണഘടനയുടെ 200, 201 വകുപ്പുകൾ പ്രകാരം നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധിയില്ലെന്ന് സുപ്രീം കോടതിക്ക് കൈമാറിയ റഫറൻസിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ റഫറൻസ് ചീഫ് ജസ്റ്റിസ് BR ഗവായിയുടെ അധ്യക്ഷതയിലുള്ള അഞ്ചംഗ ബെഞ്ച് പരിഗണിക്കാനിരിക്കെയാണ് കേരളത്തിന്റെ അപേക്ഷ. രാഷ്ട്രപതിയുടെ റഫറൻസ് നിയമപരമായി നിലനിൽക്കില്ലെന്നാണ് കേരളത്തിന്റെ പ്രധാന വാദം. രാഷ്ട്രപതി ഉന്നയിച്ച 14 ചോദ്യങ്ങളിൽ 11 എണ്ണത്തിനും തമിഴ്നാട് ഗവർണർ കേസിൽ സുപ്രീം കോടതി ഉത്തരം നൽകിയിട്ടുണ്ടെന്നാണ് കേരളം അപേക്ഷയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. തമിഴ്നാട് ഗവർണർ കേസിലെ സുപ്രീം കോടതി നിലപാടിനെതിരെ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പുനഃപരിശോധന ഹർജിയോ തിരുത്തൽ ഹർജിയോ നൽകിയിട്ടില്ലെന്നും കേരളം അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതിനാൽ തമിഴ്നാട് ഗവർണർ കേസിൽ സുപ്രീം കോടതി നിഷ്കർഷിച്ച സമയപരിധി കേന്ദ്രം അംഗീകരിച്ചിട്ടുണ്ടെന്നും കേരളം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ രാഷ്ട്രപതിയുടെ റഫറൻസ് ഉത്തരം നൽകാതെ മടക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം.